ഏതൊക്കെയാലും ആ കൊച്ചു പൊളിച്ച് കേട്ടോ. ആ വീൽ ചെയറിലിരുന്ന് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ആ കൊച്ചങ്ങനെ ജനിക്കത്തില്ലായിരുന്നല്ലോ. അതാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പോഴും മനുഷ്യര് ദൈവമുണ്ടെന്ന് പറയുമ്പം ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കൃപാസനം മാതാവിനെക്കുറിച്ച്. അന്ന് ഞാൻ ഈ ഭക്തന്മാരെ മൊത്തത്തിൽ ഒന്ന് വെല്ലുവിളിച്ചായിരുന്നു. അത് ഇതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടിസം ബാധിച്ച ഏതെങ്കിലും ഒരാളെ ഒന്ന് മാറ്റിത്തരുമായിരുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ ഒരു വിശ്വാസിയാകാം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആരും ചലഞ്ച് എടുത്തിട്ടില്ല. കാരണം അവർക്കും അറിയാം അങ്ങനെയൊന്നും അതൊന്നും നടക്കത്തില്ല. വല്ല പല്ലുവേദനയോ വല്ല ചെവി വേദനയോ അങ്ങനെയുള്ള ചിലതൊക്കെ മാറ്റാനേ ദൈവത്തിനെ കൊണ്ടൊക്കെ സാധിക്കത്തുള്ളൂ എന്നുള്ള വിവരം അവർക്കും അറിയാം. അതുകൊണ്ട് അവരാരും ആ ചലഞ്ച് ഏറ്റെടുത്തില്ല. ഇപ്പം ആ കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയായിരുന്നു. ജീവിതകാലം മുഴുവൻ ഇതുപോലെ വ്യഥയിൽ മറ്റുള്ളവരുടെ സഹായത്താൽ ഇങ്ങനെ ജീവിക്കേണ്ട ഒരു ഗതികേട് വരത്തില്ലായിരുന്നല്ലോ. എനിക്ക് പറയാനുള്ളത് ന്യൂജൻ പിള്ളേരോടാണ്. പഴയ കാലത്ത് മനുഷ്യരെ മര്യാദയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സങ്കല്പം മാത്രമാണ് ദൈവം. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളാരും ഇതിനകത്ത് പോയി ചാടരുത്. ഇത് വെറും തട്ടിപ്പാണ്. മതം നല്ല ഒന്നാം തരം തട്ടിപ്പാണ്. കുറച്ച് പേർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ് മതം. അതുകൊണ്ട് പുതിയ യങ് ജനറേഷൻ ദയവ് ചെയ്ത് ഈ രണ്ട് സാധനത്തിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനുഷ്യരായിട്ട് കാണാൻ സാധിക്കും. ജാതിയും മതവും രണ്ടും ഒഴിവാക്കുക. ജാതി മതം മാറുകയാണെങ്കിൽ തന്നെ മനുഷ്യനായി കാണാൻ സാധിക്കും അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടും ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടും ജൈനനായിട്ടും ബുദ്ധമതക്കാരനായിട്ടും ഒക്കെ ഉള്ളൂ മനുഷ്യരെ കാണാൻ പറ്റത്തുള്ളൂ. ഓരോരോ ജാതിയിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരും ഒക്കെ ആയിട്ട്. സത്യത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുള്ള ഒരു രാജ്യത്ത് മതത്തിൻ്റെ ആവശ്യമില്ല. പണ്ടായിരുന്നു മതമൊക്കെ വേണ്ടിയിരുന്നത് മനുഷ്യരെ നിലയ്ക്ക് നിർത്താൻ. ജനാധിപത്യ മൂല്യമുള്ള ഒരു കൺട്രിയിൽ മതം വേണ്ട. മതം മനുഷ്യനെ വേർതിരിക്കത്തേയുള്ളൂ. പല തട്ടുകളായി പല മതങ്ങളിലായിട്ട് വേർതിരിച്ച് നിർത്തുകയുള്ളൂ. നിങ്ങളൊരു കാരണവശാലും മതത്തിൻ്റെ അടിമകളാകരുത്. താങ്ക് യു.